ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരീസുള്ള. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇതെൻ്റെ ഇയറിങ്സ് കളക്ഷൻസാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാൽ അത്ര കുറവുമല്ല, അങ്ങനെയാണ്. പിന്നെ കുറച്ച് വലിയ വലിയ ഇയറിങ്സാണ്, അതായത് ഇങ്ങനത്തെയൊക്കെ കുറച്ച് ഹാങ്ങിങ് അങ്ങനെയൊക്കെയുള്ള ഇയറിങ്സാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോണത്. പിന്നെ കുറച്ചൊക്കെ സ്റ്റഡുകൾ നിറയുന്നുണ്ട് എൻ്റെ കയ്യിൽ. അതിപ്പോൾ സ്കൂളിലൊക്കെ ഞാൻ പോകുമ്പോൾ ഇടാൻ സ്റ്റഡുകളുണ്ടല്ലോ, അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ഒരു കുറച്ച് ഇയറിങ്സ് ഒക്കെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതേ എൻ്റെ എല്ലാ ഇയറിങ്സും, അതായത് എൻ്റെ മാത്രമല്ല, ഇതിൽ എൻ്റെ അമ്മയുടെയും ഇയറിങ്സ് ഉണ്ട്. അതല്ല ഞാൻ ഈ ഒരു കുട്ടി ബോക്സിലാട്ടാക്കി വെക്കാനത്. വേറെ കുറച്ച് ബോക്സ്, ഇനി ഒരു ചെറിയൊരു പെട്ടി പോലത്തെ ഒരു ബോക്സും കൂടി ഉണ്ട്. അതിലാണ് എൻ്റെ കുഞ്ഞു സ്റ്റഡ് ഇയറിങ്സ് അങ്ങനത്തെയൊക്കെ ഞാൻ ഇടണത് കേട്ടോ, ഇട്ട് വെച്ചിരിക്കണത്. അപ്പോൾ ഇത് ഞാൻ മറ്റേ അതിൻ്റെ വലിയ വലിയ ഇയറിങ്സ്, ഇതൊക്കെ പോലുള്ള ഇയറിങ്സ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. എൻ്റെ അമ്മയുടെയും ഉണ്ട് കേട്ടോ. ഇതിൽ എല്ലാവരും ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്ത്, അമ്മ ഇടുന്നത് ഞാൻ ഇടണവർ അമ്മയോടും കേട്ടോ, അങ്ങനെയാണ്. പിന്നെ ചില വലിയ വലിയ കമ്മലുണ്ട്, അതൊന്നും ഞാൻ ഇടാറില്ല. വലിയ വലിയ ജിമിക്കി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ ഇത് ഇങ്ങനെ ഒരു വാളി പോലത്തെ ഒരു കമ്മലാണ് വലുത്ത് കേട്ടോ ഗൈസ്. അങ്ങനത്തെയാണ് മാക്സിമം എൻ്റെ കയ്യിൽ കൂടുതലുള്ളത്. പകുതി എൻ്റെ ഇയറിങ്സ് മുഴുവൻ വാങ്ങുന്നത് അമ്മയാണ് കേട്ടോ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇങ്ങനെ നമ്മൾ വേലയൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കമ്മലുകൾ ഞാൻ വാങ്ങും. പിന്നെ പുറത്ത് ഇപ്പോൾ ഞങ്ങൾ ഫാൻസിക്ക് അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കമ്മൽ ഞാൻ വാങ്ങും കേട്ടോ. പിന്നെ വല്ല ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ കുറേ കമ്മലുകൾ വാങ്ങും, അങ്ങനെ കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ വന്നിട്ട് ഞാൻ ജിമിക്കികൾ കാണിച്ചു തരാം. അത് ഇതാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് ഒരു ജിമിക്കി. ഇത് ഞാൻ ഇടാറില്ല, അതെൻ്റെ മാക്സിമം എൻ്റെ അമ്മയാണ് ഇടാറുള്ളത്. ഇത്രയും വലിയൊക്കെ ജിമിക്കി ഇട്ട് എൻ്റെ കാത് തൂങ്ങിപ്പോകും കേട്ടോ ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഈ കമ്മലൊന്നും ഇടാറില്ല. ഇതെൻ്റെ അമ്മയാണ് മാക്സിമം ഉള്ളത്. ഗ്രീൻ കളർ ജിമിക്കി കേട്ടോ ഗൈസ്. പിന്നെ വന്നിട്ട് ഇതെന്തായാലും ഒരു എന്താ വെച്ചാൽ ഒരു സംഭവമായി. അതായത് അമ്മയുടെ കയ്യിൽ ഈ ഒരു കമ്മലുണ്ടായിരുന്നു, ഒരു ബട്ടർഫ്ലൈ ആണ് ഗൈസ്. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഗൈസ്. അതിന് നടുവിൽ ഒരു കുഞ്ഞു സ്റ്റോണ് വരണ പോലെയാണ് കേട്ടോ ഗൈസ്. ഒരു റെക്റ്റാങ്കിളായിട്ടൊരു സ്റ്റോണ് വരണ പോലെയാണ് ഗൈസ് ഇത് വരണത് കേട്ടോ. ഞാൻ ഇതിൻ്റെ കാര്യം എന്താണെന്ന് പറയാം ഗൈസ്. ഇത് വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് ഈ കമ്മലുണ്ടായിരുന്നു, പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്ക് അങ്ങനെ ഇടാൻ തരില്ലായിരുന്നു. പക്ഷേ എന്തുണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട് ശ്രേയ വണ്ടിക്ക് ഫ്രണ്ടുണ്ട്, അവളിത് സെയിം കമ്മൽ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ അതിൻ്റെ വീട്ടിൽ പോയിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സ്കൂളിൽ നിന്ന് തന്നെ ഞാൻ ഈ കമ്മൽ മാറ്റി. എന്നിട്ട് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അമ്മ സെയിം ഈ കമ്മൽ ഇട്ടിരിക്കുക കേട്ടോ. അങ്ങനെയാണ് സ്റ്റോറി. പിന്നെ അടുത്ത് വന്നിട്ട് ഞാനൊരു വേലയ്ക്ക് വാങ്ങിച്ചതാട്ടോ ഗൈസ് ഈ കമ്മൽ. ഇത് ഞാൻ തുറന്നിട്ടും കൂടി ഇല്ല എന്നുള്ള സത്യമായ കാര്യം. വാങ്ങിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഇടാന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഇന്നേ വരെ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് വലിയ സത്യം ഗൈസ്. ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ജിമിക്കാണ്, കുട്ടി ജിമിക്കാണ് ഗൈസ്. ഒരു വൈറ്റ് പേളൊക്കെ അടിയിൽ ഇങ്ങനെ വരുന്ന പോലെ നല്ല ഭംഗിയാണ് ഗൈസ്. സ്റ്റോണാണ്, ഫുള്ള് സ്റ്റോണാണ് കേട്ടോ ഗൈസ്, കുഞ്ഞു സ്റ്റോണൊക്കെ ആയിട്ടാണ്. പിന്നെ അടുത്തത് വന്നിട്ട് ഇതാണ്. ഇത് ഞാൻ അങ്ങനെ ഇടാറില്ല, പക്ഷെ വലിയ അങ്ങനെ ലെഹങ്ക അങ്ങനെയൊക്കെ ഇടുമ്പോൾ ഇടാൻ പറ്റിയ സംഭവമാണ് ഗൈസ്. കണ്ടോ, ഒരു ബ്ലാക്ക് സ്റ്റോൺ ഇങ്ങനെ സെൻറ്ററിലും പിന്നെ താഴെ തൂങ്ങി കിടക്കണ പോലെ, പിന്നെ കുറച്ച് വൈറ്റ് സ്റ്റോണൊക്കെ ആയിട്ടാണ് ഗൈസ്. പിന്നെ അടുത്തത് വന്നിട്ട് ഇതെൻ്റെ ഹൗസ് വാമിങ്ങിന് അമ്മ ഇട്ടൊരു സ്റ്റഡാണ് ഗൈസ്. ഒരു വലിയ സ്റ്റഡാണ്, ബ്ലാക്ക് കളർ കേട്ടോ ഗൈസ്. പിന്നെ അടുത്തത് വന്നിട്ട് ഗൈസ് വെറുതെ കിടക്കുന്നൊരു ഒക്കെയാണ് ഗൈസ്. അടുത്തത് വന്നിട്ട് ഒരു ജിമിക്കയാണ് ഗേസ്. ഇത്തിരി പണ്ടത്തെ ജിമിക്കാണ് ഗേസ്. ഇത് ഞാൻ പിന്നെ ഇടാറുണ്ട് ഗേസ്, അങ്ങനെ ഇട്ടിട്ടില്ല, കുറച്ചൊക്കെ ഇടാറുണ്ട് കേട്ടോ. എൻ്റെ അമ്മയുടെയാണതും. ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഇല്ല എന്നാണ്. അമ്മ ഇടുന്നത് ഞാനും ഇടും, ഞാൻ ഇടുന്നത് അമ്മയോടും, അങ്ങനെയാണ് കേട്ടോ ഗേസ്. ഇത് രണ്ടുപേരെയും കൂടി ഉള്ളൊരു വലിയ ബോക്സാണ് ഗേസ്. ഞാൻ പറഞ്ഞില്ലേ കുറേ വാളികളുണ്ടെന്ന് ഗേസ്, ഇതുപോലെ തന്നെ. അതിൻ്റെ ഒന്നും കാണാനില്ല ഗേസ്, കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കാണാനില്ല വരുന്നതിൻ്റെ ഇവിടെ ഗേസ്, അറിയില്ല, കാണാനില്ല ടേസ്റ്റ് എന്തായാലും. കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കിട്ടിയിട്ട് യെസ് ഗേസ്. ഇത് കണ്ടോ, ഒരു കുഞ്ഞു വാളി, കുഞ്ഞല്ല അത്യാവശ്യം വലിയ ഇതിനെയൊക്കെ പോലത്തെ ഒരു വാളിയാണ് വലുത്. കണ്ടോ, നല്ല ഭംഗിയുള്ളതാണ് യെസ്. നെക്സ്റ്റ് വന്നിട്ട് ഞാനൊരു ട്രയാങ്കിൾ, അതെ ട്രയാങ്കിൾ ഷേപ്പിലുള്ളതാണ് യെസ്. കണ്ടോ, അങ്ങനത്തെ ഒരു ഇങ്ങനെ ഇടുമ്പോൾ അങ്ങനെ വരും ഗേസ്. ട്രയാങ്കിൾ അല്ല എന്നാലും ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ നല്ല രസമാണ് ഗേസ്, നല്ല ഭംഗിയാണ് കാണാൻ. അത്ര വെയിറ്റൊന്നും ഇല്ല കേട്ടോ, നല്ല വെയ്റ്റ്ലെസ് തന്നെയാണ് ഗേസ്. ഒരു ഹാങ്ങിങ് പോലെ ഇട്ടാൽ തോന്നും കേട്ടോ ഗേസ്. പിന്നെ അടുത്തത് വന്നിട്ട് നല്ലൊരു ബ്രൗൺ കളർ സ്റ്റോണൊക്കെ വരുന്ന പോലത്തെ ഒരു കമ്മലാണ്. ഇവിടെയൊക്കെ ഒരു വൈറ്റ് സ്റ്റോണും ഇവിടെ അടിയിലൊരു
ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നതാണ്. പിന്നെ ഒരു ഗ്രീൻ കളർ സ്റ്റഡാണ് ഗേസ്. ഇതൊക്കെയാണ് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന കുറച്ച് സ്റ്റഡുകൾ കേട്ടോ ഗേസ്. പിന്നെ അടുത്തത് വന്നിട്ട് ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഒരൊറ്റ പ്രാവശ്യം ഏതോ ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ അതിൻ്റെ കൂടിയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് കളറാണ് ബ്ലൂ കേട്ടോ ഗേസ്. ബ്ലൂ, പർപ്പിൾ, പിങ്ക്, ഇതാണ് എൻ്റെ ഫേവറേറ്റ് കളേഴ്സ്. ഇതാണ്ടോ അങ്ങനത്തെ ഒരു ജിമിക്കാണ് ഗേസ്. നല്ല ഭംഗിയാണ്. ഈ ഒരു വൈറ്റ് ഹാങ്ങിങ്ങും ബ്ലൂ ഹാങ്ങിങ്ങും മിക്സ് ആയിട്ടുള്ളത്. പിന്നെ ഇതൊരു ഇതിൻ്റെ ഉള്ളൊക്കെ പേസ്റ്റാണ് അല്ലേ, സാധാരണതാണ് കേട്ടോ. അത് വലുതായി കാണിക്കാനൊന്നുമില്ല. ഇതെൻ്റെ അമ്മയുടെയാണെന്ന് തോന്നുന്നത്. ഞാൻ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാകില്ല കേട്ടോ. അമ്മയുടെയാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു ഹാങ്ങിങ് ആണ്. കുറേ ഇങ്ങനത്തെ റിങ് പോലത്തെ വരുന്നൊരു ഹാങ് ആണ്. നല്ല രസമാട്ടോ ഗൈസ്. ഇതൊക്കെ ഞാൻ ഇടാറുണ്ട് കേട്ടോ. നല്ല രസമാണ് ഗൈസ്. ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അടുത്തതൊക്കെ നോക്ക് ഗൈസ്, വെറുതെ കിടക്കുന്ന കുറേ സാധനങ്ങൾ. ഇതൊന്നും എന്നാൽ ഇടൂല്ല, ഇതിലൊന്നും ഒരു കമ്മൽ ഇട്ട് വെക്കില്ല, വെറുതെ അവിടെ കിടക്കും. പിന്നെ അടുത്തതൊരു ജിമിക്കാണ് ഗൈസ്. കണ്ടോ, വലിയ ജിമിക്കാണ്. ഇതൊന്നും ഞാൻ ഇടാറേ ഇല്ല ഗൈസ്. അതാണ് വേറൊരു കാര്യം. ഇതൊക്കെ എൻ്റെ അമ്മയുടെയാണ് കേട്ടോ. ഇത്രയും വലിയ ജിമിക്ക് ഗൈസ്. അമ്മയും ഇടാറില്ല, അതാണ് വലിയ സത്യമായ കാര്യം. അമ്മ എപ്പോഴെങ്കിലുമൊക്കെ ഇടാറുള്ളൂ. ചൂടെടുക്കുന്ന ഗൈസ്. അടുത്തത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു കമ്മലാട്ടോ ഗൈസ്. ഈ ഒരു കമ്മലാണ്. ഇത് കണ്ട് കുടുങ്ങി കിടക്കും ഗൈസ്. ഇങ്ങനത്തെ ഒരു കമ്മലാണ് കേട്ടോ. ഒരു റിങ്ങിൽ കുറേ ഇത് വരുന്ന പോലെ. ഇതൊക്കെ ഞാൻ ചില സമയത്ത് ഇടാറുണ്ട് കേട്ടോ. കുടുങ്ങി കിടക്കും ഗൈസ്. ഇതിങ്ങനത്തെ കാണിക്കാം. പിന്നെ അടുത്തത് വന്നിട്ട് ഇതാണ് ഗൈസ്. ഇതൊക്കെ ഞാൻ ഇടാറുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കമ്മൽ. ഇതൊരു ചെറിയൊരു വാളിയാണ്. ഇത് കുടുങ്ങി കിടക്കുന്ന ഗൈസ്. എടുക്കാൻ കിട്ടുന്നില്ല. അതിങ്ങനത്തെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല തിളക്കുള്ള ഷൈനിങ് ആട്ടോ ഗൈസ്. ഭയങ്കരമായിട്ട് നല്ല നടുവിലൊരു ബോൾ. ഇതൊക്കെ ഞാൻ ഇടാറുണ്ട് കേട്ടോ. ഡെയിലി യൂസിനല്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഇത് ഇതുപോലെയൊക്കെ ഇടാറുണ്ട്. എൻ്റെ പറഞ്ഞ ചൂട്. പിന്നെ അടുത്തത് വന്നിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും, ഭയങ്കര അത്ര വെയിറ്റ് ഒന്നും ഉണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇത് ഇച്ചിരിയൊക്കെ വെയിറ്റ് ഉണ്ട്. ഒരു റെഡ് കളറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പിന്നെ അടുത്തത് വന്നിട്ട് ഞാൻ കണ്ടില്ലേ അപ്പോൾ നിൽക്കണം, ഇത് വേറെയാണ് ഗൈസ്. ഇത് വന്നിട്ട് ഇത് വേറൊരു ഇതാണ്. ഇത് ഞാൻ എന്നും ഏകദേശമൊക്കെ ഇടുന്ന കമ്മലാണ് ഗൈസ്. കണ്ടോ, ഇങ്ങനത്തെ ഒരു വാളിയാണ് ചെറുത്. ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ എൻ്റെ വാളികളാണ് ഗൈസ് ഉള്ളത്. പിന്നെ ഇതേ ഒരു ജിമിക്കി ഉണ്ട്. ഇത് ഞാൻ എൻ്റെ വേറൊരെണ്ണം കാണാനില്ല ഗൈസ്. എൻ്റെ അല്ലാട്ടോ, എൻ്റെ അമ്മയുടെയാണ് ആക്ച്വലി. എന്തോ ആടിക്കൊണ്ടിരിക്കുന്നു. വലിയതാണ്, ഭയങ്കര ലോങ് ആണ് ഗൈസ്. ഇങ്ങനെ നിൽക്കും. പിന്നെയൊക്കെ വന്നിട്ട് എന്ന് വെച്ചാൽ എൻ്റെ വേറെ എവിടെ ഗൈസ്. ഇങ്ങനത്തെയാണ്. ഒരു ഗ്രീൻ കളർ വരുന്ന പോലെയാണ് ഗൈസ്. ഇങ്ങനെ ഞാൻ എവിടേക്കും പോയതല്ല ഗൈസ്. ഫാൻ ഉണക്കാൻ പോയത്. ചൂടെടുത്ത് ഞാൻ മരിക്കണം. ഞാൻ സൗണ്ട് വരുന്നതുകൊണ്ടാണ് ഫാൻ ഇടാണ്ടിരുന്നത്. പക്ഷേ ഭയങ്കര ചൂടെടുക്കും, അതുകൊണ്ടാണ് കേട്ടത്. പിന്നെ അടുത്തതെന്ന് പറയണത് ഇതെൻ്റെ അമ്മയുടെയാണ്. ഇതെനിക്ക് വള പോലെ ഇടാം. സത്യം പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. വള പോലെ ഇടാം. അത്രയും വലിയ കമ്മലാണ് കേട്ടോ ഗൈസ്. ഭയങ്കര വലിയ കമ്മലാണ്. എനിക്ക് ശരിക്കും പണ്ട് ഇട്ട് എപ്പോൾ ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പണ്ടൊക്കെ ഇടാൻ പറ്റും. ഇപ്പോഴും എനിക്ക് ഇടാൻ പറ്റും. കണ്ടോ, വള പോലത്തെ കമ്മൽ, വലിയ കമ്മലാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഫേവറേറ്റ് കമ്മലാട്ടോ ഗൈസ്. നല്ല രസമാണ് ഇത് കാണാൻ. അതിന് എന്നും ഇടാറുള്ളതാണ്. ഇത് ഭയങ്കര രസമാണ് ഗൈസ്. അതിൻ്റെ ഒരു സ്ലിമ്മായിട്ട് ഒരു മാച്ചിങ് ആണ് ഗൈസ്. നല്ല മാച്ചിങ് ആണ്. കണ്ടോ, നല്ല കമ്മലാണ് ഗൈസ്. ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ എനിക്ക് എന്തായാലും ഇടാൻ പറ്റില്ല ഗൈസ്. നല്ല വലുതാണിത്. എനിക്കറിയില്ല, ബാംഗ്ലൂർ വരെയൊക്കെ യൂസ് ചെയ്യാം ഗൈസ്. അത്രയും വലിയ കമ്മലാണ്. പിന്നെ ഏതാണ് ഗൈസ്, പിന്നെ കുറേ സ്റ്റഡുകൾ ഞാൻ പറഞ്ഞല്ലോ, കുറേ സ്റ്റഡുകളാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യണതൊക്കെ. അതിലെൻ്റെ ഒരു ബ്ലൂ കളറ് ഇതേപോലെ കുഞ്ഞു വാളിയുണ്ട് ഗൈസ്. അത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഉള്ള ഇയറിംഗ് ആണ്. ഞങ്ങളുടെ തേഴ്സ്ഡേയുടെ യൂണിഫോമിന് നല്ല മാച്ചിങ് ആയതുകൊണ്ട് ഞാൻ ഒരു ഭയങ്കരമായിട്ട് ബ്ലൂ, ഞാൻ ഇത് കാണിച്ചില്ലേ ഗൈസ്, ഈ ഒരു ജിമിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ലേ, ഇത് ഈ സെയിം പോലെയാണ് കേട്ടോ. അത് ഏകദേശം ആ ഒരു എന്തായാലും സ്റ്റഡിൻ്റെ കാണിച്ചാൽ ഗൈസ്. അപ്പോൾ ഈ അടുത്ത് വന്നിട്ട് അതേപോലെ തന്നെയാണ്. ഒരു വലിയൊരു വാളിയാണ് ഗൈസ്. വലിയതാണ്. കണ്ടോ, വലുതാണ്. ഇതൊക്കെ അമ്മയുടെതാണ് ഗൈസ്. ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ അടുത്ത് വന്നിട്ട് ഇത് ഇങ്ങനത്തെയാണ്. രണ്ടെണ്ണം കാണിച്ചാൽ കണ്ടോ, ഇങ്ങനത്തെ ഒരു വട്ടമായിട്ടുള്ള കമ്മലുകളാണ് കേട്ടോ. അടുപ്പിച്ച് വട്ടമായിട്ടുള്ള കമ്മലുകളാണ്. പിന്നെ ഇതൊരു നൂലുമാല പോലത്തെ കമ്മലുകളുണ്ട് ഗൈസ്. കണ്ടോ, അങ്ങനത്തെ ഒരു കമ്മലാണ് ഗൈസ്. ഭയങ്കര ജിൽ കമ്മലാണ്. കണ്ടോ, ഇലത്ത് ഗൈസ്. പിന്നെ അടുത്തത് വന്നിട്ട്
ചിലതിൻ്റെ ഒരു കമ്മൽ അപ്പുറത്തുണ്ടാവും, ഒരു കമ്മൽ ഇപ്പുറത്തുണ്ടാവും. കറ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടാണ് കേസ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കണ്ടോ, പിന്നെ ഇങ്ങനത്തെ ഒരു കമ്മലുണ്ട്, നല്ല ഭംഗിയാണ് കേസ്. എൻ്റെ നല്ല ഭംഗിയുള്ള കമ്മൽ, പക്ഷെ ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോ കേസ്. ഒന്നും ഭയങ്കര ഗ്രാൻഡായിട്ടുള്ളൊരു കമ്മലാണ്. ഗ്രാൻഡല്ല എന്നാലും ഗ്രാൻഡാണ്. വലിയൊരു കമ്മലാണ് കേസ്, ഒരു ഓവൽ ഷേപ്പും അല്ലാത്തൊരു കമ്മൽ. പിന്നെ ഇതുണ്ട് കേസ് ഒരു കമ്മൽ. ഇതെന്താ സംഭവം വെച്ചാൽ കണ്ടോ, പഴകി കേസ്, ഭയങ്കര പഴയതാണിത്. കണ്ടോ ഇങ്ങനെ ഇവിടെയൊക്കെ കണ്ടോ ഗൈസ്, ഇങ്ങനെ ഒരു ഇങ്ങനെ ഷെയ്ഡ് പോയ പോലത്തെ ഒരു കമ്മലാണ് ഇത്. വന്നിട്ട് എനിക്ക് ഇതേ സെയിം കമ്മൽ ഒരെണ്ണം വേറെ പുതുതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് കേട് വന്നപ്പോൾ പുതിയൻ്റെ ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കളേഴ്സ് പറഞ്ഞിട്ടൊരു കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഭയങ്കര സ്മെല്ല് ഗൈസ് ഈ കമ്മൽ. അതായത് എന്തൊരു ഇങ്ങനെ എന്ത് ഗോൾഡിന് ഇതുണ്ടാകും അതിന്. കണ്ടോ ഗൈസ്, ഒരു പകുതി കളർ പോയി, അങ്ങനത്തെ ഒരു കമ്മലാണ്. പിന്നെ വേറെ പുതിയപ്പോൾ വാങ്ങിച്ചോട്ടെ ഗൈസ്. പിന്നെ അടുത്തത് വന്നിട്ട് അങ്ങനത്തെ ഒരു ഇലയുടെ കമ്മലാണ്. ഇലയുടെ അതൊരു ഹാങ്ങിങ് ആണ് കേട്ടോ ഗൈസ്, കണ്ടോ ഹാങ്ങിങ് ആണ്. പിന്നെ അടുത്തത് വന്നിട്ട് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഗൈസ്, അതിൻ്റെ കണ്ടോ അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട്. പിന്നെ അടുത്തത് വന്നിട്ട് ഗൈസ് സെയിം ഇത് കുടുങ്ങിപ്പോയി ഗൈസ്, എല്ലാം പകുതി കൊണ്ട് കുടുങ്ങിപ്പോയിരിക്കുകയാണ് ഗൈസ്. അതായത് ഞാൻ ഇങ്ങനെ കറ പിറാന്ന് ഇങ്ങനെ കുത്തിത്തിരികി ഇട്ടിരിക്കണമുണ്ടാ കേട്ടോ. ഇത് കണ്ടില്ല, പിന്നെ ഒരു വടി പോലത്തെ കമ്മലാണ്. ഇതൊന്നും ഞാൻ ഇടാറില്ല, ഇതെൻ്റെ അമ്മയുടെയാണ് കേട്ടോ. ഇത് ഞാൻ ഇടാറില്ല. ചില കമ്മലെൻ്റെ കാണാൻ അമ്മയുടെ ഇടാറില്ല കേട്ടോ ഞാൻ. ഇത് കണ്ട് ഇങ്ങനത്തെയൊക്കെയാണ്. ഇത് അമ്മയും ഇടാറില്ല കേട്ടോ, വെറുതെ ഇവിടെ വെച്ചിരിക്കുകയാണ് ഈ കമ്മൽ. കുഴപ്പമില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, പക്ഷെ നന്നായത് കുഴപ്പമില്ല അത്രയും. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല അപ്പത്തെ ആ ഒരു കമ്മൽ ഇത്രയും വലുതെന്ന് അതിൻ്റെ വേറെ സെറ്റാണ് കേട്ടോ. കണ്ടി ഇപ്പോഴാണ് ഞാനത് കാണുന്നത്. കണ്ടോ ഇങ്ങനെ കുത്തിത്തിരികി വെച്ചിരിക്കണമുള്ള പ്രശ്നങ്ങൾ ഇതാണ് കേസ്. പിന്നെ അത് ഞാൻ രണ്ടെണ്ണം കാണിക്കാൻ പോണത് എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും ഈ കമ്മൽ, എന്ന് ഞാൻ പത്ത് കാണിച്ചാൽ. അതായത് കണ്ടോ ഇങ്ങനെ എൻ്റെ ഇടയ്ക്ക് കുറച്ച് ശ്രദ്ധവേദമാണ് കേസ്. പിന്നെ അടുത്തത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു നൂല് പോലത്തെ ഒരു കമ്മലാണ്. അതായത് ഇവിടെ ഇങ്ങനത്തെ ഇത് തരണ പോലെ, പിന്നെ ഇവിടെ ഒരു സ്റ്റഡ്, അതായത് ഇങ്ങനെ ഇട്ടിട്ട് വലിച്ച് ഇവിടെ ഇങ്ങനെ ഫിറ്റ് നിൽക്കാൻ പോലത്തെ കമ്മലാണ് കേസ്. കണ്ടോ അതുണ്ട്, അതിന് രണ്ടെണ്ണം ഉണ്ട്. ഇതിൻ്റെ ഹൗസ് വാമിങ് ആയിട്ടതാട്ടോ. എൻ്റെ ആ ലെഹങ്കയ്ക്ക് നല്ല മാച്ചിങ് ആയിട്ടുള്ളൊരു കമ്മലാണ്. ഞാൻ അതുപോലെ ഡ്രസ്സ് കളക്ഷൻസ് വീഡിയോ ആദ്യ വീഡിയോകളിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് പോയി ഇപ്പോൾ തന്നെ കാണാട്ടോ, എൻ്റെ ചാനലുണ്ട്. പിന്നെ അതേ കണ്ടോ അതിൻ്റെ രണ്ടെണ്ണം ആ ഒരു ലെഹങ്കയ്ക്ക് ഞാൻ വാങ്ങിച്ചാണ് വൈറ്റ് പേൾ വരുന്ന പോലത്തെ, ഇങ്ങനെ അതേപോലെ തന്നെ ആയിട്ട് ഇങ്ങനെ വലിച്ച് ഇവിടെ ഫിറ്റ് ആയി നിൽക്കുന്ന പോലത്തെ കമ്മലാണ്. പിന്നെ അടുത്തത് വന്നിട്ട് കഴിഞ്ഞു കേസ്, ഏകദേശം കഴിഞ്ഞു. ഇത് കണ്ടില്ല, അടുത്തൊരു വീടിൻ്റെ ജിമിക്കിയാണ് കേസ്. ഒന്നും ഞാൻ ഇടാറില്ല കേട്ടോ, വീടിൻ്റെ ഒരു ജിമിക്കിയാണ്. പിന്നെ അടുത്തത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു കമ്മലാണ് കേസ്. ഇത് ഞാൻ കളേഴ്സ് പറഞ്ഞില്ല, ഫാൻസി അവിടെ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ, നല്ല ഭംഗിയാണ് കേസ് കാണാൻ. പിന്നെ ഇതാണ് കേസ് എൻ്റെ ഒരു ഫേവറേറ്റ് കമ്മലാണ്. ഞാൻ എന്തായാലും ഇതൊക്കെ സ്കൂളിൽ ഇടാറുണ്ട്. ഈ സ്കൂളിൽ തന്നെ പണ്ടത്തെ സ്കൂളിൽ ഞാൻ എന്നും ഇടാറുള്ള കമ്മലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കമ്മലാണിത്. ഒരു ഫ്ലവറിൻ്റെ കേസ്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇയറിങ്സ് എന്ന് പറയണത്. ഇനി കുറച്ചിൻ്റെ സ്റ്റഡുകളൊക്കെ ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാണ് പിന്നെ എൻ്റെ കുറേ ജിമിക്കികളൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചത്. അമ്മ ഇടാറുണ്ട് കേട്ടോ ഗൈസ് കുറേ, അത് ഞങ്ങൾ രണ്ടുപേരെയും കൂടെ ഉള്ളതാണ്. പിന്നെ കുറേ സ്റ്റഡുകളുണ്ട്, അതാണ് ഞാൻ ഇന്ന് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇടാറുള്ളത് കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എല്ലാ എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അയയ്ക്കുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ വരാം. അതുവരെയും ബൈ.